Hello dear students, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 2ന്റെ ലാസ്റ്റ് പോർഷനായ കൺകറന്റ് ഫംഗ്ഷനാലിറ്റി ഇൻ വെരിലോഗ് അതായിരിക്കും നമ്മൾ നോക്കുന്നത്. മോഡലിംഗ് കൺകറന്റ് ഫംഗ്ഷനാലിറ്റി ഇൻ വെരിലോഗ്. അതിൽ 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉണ്ട്. ഒന്ന് കണ്ടിന്യൂസ് അസൈൻമെന്റ്, അത് ലോജിക്കൽ ഓപ്പറേറ്ററിൽ എങ്ങനെയാണ് കണ്ടിന്യൂസ് അസൈൻമെന്റ് വർക്ക്, കണ്ടിന്യൂസ് അസൈൻമെന്റ് എന്താണെന്നുള്ള കാര്യം അത് മനസ്സിലാക്കും. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ കാണും, അതുപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചൊരു എക്സാമ്പിൾ കാണും, അതുപോലെ തന്നെ ഡിലേ എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഡിലേന്റെ കോൺസെപ്റ്റ് എന്താണ്, കണ്ടിന്യൂസ് അസൈൻമെന്റ് വിത്ത് ഡിലേ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് നോക്കും. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കണ്ടിന്യൂസ് അസൈൻമെന്റ്. സോ കണ്ടിന്യൂസ് അസൈൻമെന്റ് നമ്മൾ വെരിലോഗിൽ യൂസ് ചെയ്യുന്നത് ഒരു അസൈൻ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നൗ ഇനി ഇതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് ഒരു കോമ്പിനേഷണൽ ലോജിക്കിന്റെ മോഡൽ ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ട് യൂസ് ചെയ്യുന്നത്. റൈറ്റ്, വൈ? ബിക്കോസ് നമ്മുടെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഇമീഡിയറ്റ്ലി ചേഞ്ച് ആവും എപ്പോൾ നമ്മുടെ ഇൻപുട്ട് ചേഞ്ച് ആവുമ്പോൾ. റൈറ്റ്, സോ സപ്പോസ് നമ്മൾ ഇങ്ങനെ കൊടുക്കുവാണ്, നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ ഔട്ട്പുട്ട് ജനറേറ്റ് ആവുന്നു. റൈറ്റ്, സോ ഈ ഇൻപുട്ട് നമ്മൾ എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് എന്താണ്, ഇവിടെ ചേഞ്ച് ചെയ്ത ഇൻപുട്ടിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടും റിഫ്ലക്റ്റ് ആവണം. റൈറ്റ്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കണ്ടിന്യൂസ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ഇത് യൂഷ്വലി ചേഞ്ച് ആവുന്ന നമ്മൾ സിഗ്നൽസ് മാറി കൊടുക്കുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഇൻപുട്ട് കണ്ടിന്യൂസ്ലി ആയിക്കൊണ്ടിരിക്കുകയാണ്, അസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു സിഗ്നൽ കൊടുത്തു, അടുത്ത നിമിഷത്തിൽ നമ്മൾ വേറൊരു സിഗ്നൽ കൊടുത്തു, അപ്പോൾ അതിനനുസരിച്ച് എന്താ നമ്മുടെ ഔട്ട്പുട്ടും മാറുവാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടിന്യൂസ് അസൈൻമെന്റ് എന്ന് പറയുക. റൈറ്റ്, സോ ഇവിടെ നമ്മൾ വെരിലോഗിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് അസൈൻ എന്ന് പറഞ്ഞ ഒരു കീവേഡാണ്. അതിന്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. സിൻടാക്സ് ഇങ്ങനെയാണ് പറയുന്നത്, അസൈൻ റൈറ്റ് നെറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കും. റൈറ്റ്, ഇപ്പോൾ നമ്മൾ ഈ നെറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്താണ്, ഒരു വയർ ആയിരിക്കും. റൈറ്റ്, സോ LHS നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു സംതിങ്. റൈറ്റ്, സോ എഫ് നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ ഔട്ട്പുട്ട് ആയിരിക്കും. ഇവിടെ നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ എക്സ്പ്രഷൻസ് ആയിരിക്കും നമ്മൾ എഴുതാൻ. സോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും, സിഗ്നൽസ്, കോൺസ്, ഇതാണ് യൂഷ്വലി നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. സോ ഇതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ LHS. സോ അസൈൻമെന്റ് ഈസ് ഓൾവേസ് ആക്റ്റീവ്. റൈറ്റ്, സോ നമ്മൾ എന്താണ്, നമ്മുടെ RHSനെ എപ്പോഴും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RHS എന്ന് പറയുമ്പോൾ ഈ ഫിഗർ നോക്കണ്ട, നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എന്നിട്ട് ഇവിടെ എക്സ്പ്രഷൻ എഴുതും. സോ ഇത് നമ്മുടെ എന്തായിരിക്കും, ഇൻപുട്ട് ആയിട്ട് വർക്ക് ചെയ്യും. റൈറ്റ്, സോ നമ്മൾ ഈ RHSനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും, അതിനെ ആശ്രയിച്ച് നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ LHS മാറും. റൈറ്റ്, നൗ കീ പോയിന്റ് എന്താണ്, whenever the value of any signal in the RHS expression changes, right, the output, അതായത് LHS ഔട്ട്പുട്ട് ആണ്, അതായത് ഇവിടെ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമല്ലോ. റൈറ്റ്, സോ നമ്മുടെ LHS എന്താണ്, ഔട്ട്പുട്ട് ആണ്. സോ LHS ഓൾസോ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി വിതൗട്ട് വെയിറ്റിംഗ്. റൈറ്റ്, വെയിറ്റ് ചെയ്യാതെ തന്നെ, ഓക്കെ ഇനി ഇതെല്ലാം ഒന്നേന്ന് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ ഇൻപുട്ട് കൊടുത്തല്ലോ, അപ്പോൾ ഒന്നേന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് അങ്ങനെയല്ല, വെയിറ്റ് ഒട്ടും ചെയ്യാതെ പാരലൽ ആയിട്ട് കൺകറന്റ് ആയിട്ട് അതിന് ബിഹേവിയർ വരും. റൈറ്റ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, കണ്ടിന്യൂസ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കണം, നമ്മുടെ എക്സ്പ്രഷനെ, അതായത് നമ്മുടെ ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ കണ്ടിന്യൂസ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. വെരിലോഗ് എന്ന് പറയുന്ന ഹാർഡ്വെയർ ലാംഗ്വേജ് നമ്മൾ അതിനെ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡിന്റെ പേരാണ് അസൈൻ. റൈറ്റ്, അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് അസൈൻ F1 എന്നുള്ള വയർ ആയിരിക്കും, ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് F1 അപ്ഡേറ്റ്സ് whenever A changes. സോ A എപ്പോഴൊക്കെ ചേഞ്ച് ആവുമോ F1 എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവണം. റൈറ്റ്, നൗ വാട്ട് ഈസ് ദിസ് വൺ, ഇത് ബാറിന്റെ സൈൻ ആണ് B0, അതായത് B എന്ന് പറയുമ്പോൾ ബൈനറി, 1 എന്ന് പറയുമ്പോൾ ഈ ഡാഷ് B എന്ന് പറയുമ്പോൾ ബൈനറി, 1 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ബിറ്റ് ആണ് യൂസ് ചെയ്തതിന് അതിനു വേണ്ടി, ആൻഡ് 0 എന്ന് പറഞ്ഞാൽ ആ ബൈനറി 0 ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്, F2 ഈസ് ഓൾവേസ് 0. റൈറ്റ്, സോ 1 എന്ന് പറയുന്നത് ബിറ്റിനെ, ഹൗ മെനി ബിറ്റ്സ് അതിനെ കാണിക്കുന്നതാണ്. B സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബാർ B സൂചിപ്പിക്കുന്ന എന്താണ്, ബൈനറി. 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, 0 1 കൊടുക്കാമല്ലോ. സോ ഇവിടെ നമ്മൾ എന്താ 0 കൊടുക്കുന്നു. സോ എന്താ അസൈൻ F2 എന്ന് പറയുമ്പോഴത്തേക്കും F2 എപ്പോഴും എന്താ പ്രതീക്ഷിക്കുന്നത്, 0 മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. F3 ഇവിടെ നോക്കി, F3 4 ബിറ്റ്സ് ആണ് വരുന്നത്. റൈറ്റ്, ഇവിടെ നമ്മൾ എന്താണ്, ബാർ H എന്ന് പറയുമ്പോൾ ഹെക്സാഡെസിമൽ. റൈറ്റ്, സോ ഹെക്സാഡെസിമൽ AA. റൈറ്റ്, അതെന്താണ്, AA ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, F3ലോട്ട് അസൈൻ ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ AA ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, F3ലോട്ട് എപ്പോഴും അസൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ്ലി നമ്മൾ എന്താണ്, നമ്മൾ AA ആണ് F3ലോട്ട് അസൈൻ ചെയ്തിരിക്കുന്ന കാര്യം ഉണ്ടാകാൻ. സോ അസൈൻ എന്താ യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് അസൈൻമെന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ എക്സാമ്പിളും കൂടെ നമ്മൾ നോക്കും. തുടർന്ന് നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് നോക്കാം.
കണ്ടിന്യൂസ് അസൈൻമെന്റ്സ് കൺകറന്റ്ലി ആണ് റൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തല്ല, പാരലലി കൺകറന്റ്ലി ആണ് ഇത് റൺ ചെയ്യുന്നത്. നൗ ദാറ്റ് മീൻസ് മീനിങ് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് റൺ അറ്റ് ദ സെയിം ടൈം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സി ഒക്കെ എങ്ങനെയാണ്, ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് പിന്നാണ്. ഇവിടെ അങ്ങനെയല്ല. കണ്ടിന്യൂസ് അസൈൻമെന്റിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, എല്ലാ സ്റ്റേറ്റ്മെന്റും പാരലൽ ആയിട്ടാണ് എക്സിക്യൂട്ട് ആവുന്നത്. സപ്പോസ് assign x is equal to a, assign y equal to b and assign z is equal to c. നമ്മളൊരു സി പ്രോഗ്രാമിംഗിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഇത് അസൈൻ ചെയ്തതിന് ശേഷമായിരിക്കും ഇത് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മൂന്ന് ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. Right, so in simulation and hardware, x gets value of a, y gets value of b, z gets value of c, all at the same instant. It behaves like three wires connected from a to x, b to y, c to z. Now ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് അസൈൻമെന്റിനെ കാണിക്കാൻ പറ്റുക. Now ഒരു സപ്പോസ് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഒരു നമ്മുടെ ടേബിൾ ഉണ്ട്. നമുക്കിത് നന്നായിട്ട് അറിയാം, ഇതെന്താണ്, മിൻ ടേംസ് ആണ്. സപ്പോസ് നമ്മൾ SOP ആണ് യൂസ് ചെയ്യുന്നത്. SOPയിൽ നമ്മൾ എന്താണ്, ഇതെല്ലാം 0 to 7, റൈറ്റ്, അത്രയും മിൻ ടേംസ് നമുക്കുണ്ട്. നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം, റൈറ്റ്. അപ്പോൾ നമുക്ക് സപ്പോസ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം, റൈറ്റ്. അപ്പോൾ നമ്മളൊരു മൊഡ്യൂൾ, ഒരു സിസ്റ്റം, ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുവാണ് ഇതിനു വേണ്ടി, ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി, റൈറ്റ്. നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം പോർട്സിനെ ഡിക്ലെയർ ചെയ്യും, റൈറ്റ്. ഒരു 3 ഇൻപുട്ട് പോർട്സ് ഉണ്ട്, ABC, ആൻഡ് ഒരു ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്, F. സംതിങ് ലൈക്ക് ദിസ്. ഈ ഫിഗർ നിങ്ങൾ നോക്കുക, താഴെ വരച്ചിരിക്കുന്ന ഈ ഫിഗർ സിസ്റ്റം എക്സ് ആണ് അതിന്റെ പേര്. ABC എന്തുണ്ട്, 3 ഇൻപുട്സ് ഉണ്ട്, ആൻഡ് F എന്ന് പറഞ്ഞ എന്താണ്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. നാം എന്ത് ചെയ്യണം, നമുക്കിനി ഇതിന്റെ ബിഹേവിയർ ഡിസൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ബിഹേവിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി SOP എക്സ്പ്രഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, യൂസിങ് മിൻ ടേംസ്. എങ്ങനെയായിരിക്കും, യു സി 0 to 6, ഇത് 0 ആണ്, ഇത് 2 ആണ്, ആൻഡ് ദിസ് ഈസ് 6. ഈ 3 വാല്യൂസ് ആണ് 1 ആയിരിക്കുന്നത്, അല്ലേ. അപ്പൊ SOPയിൽ നമ്മൾ 1 ആയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. സോ ആ 3 കാര്യത്തിന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഈ സിസ്റ്റത്തിന്റെ ബിഹേവിയർ, റൈറ്റ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോഗ്രാം ഇങ്ങനെ എഴുതും. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇത് എഴുതാൻ പറ്റും കാണാപ്പാഠം പഠിക്കാതെ, റൈറ്റ്. മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ബിഗിൻ ചെയ്യുന്ന ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ നമ്മൾ സീൽ ചെയ്യുന്ന പോലെ മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു കീവേഡ് വെച്ചിട്ട് ആ മൊഡ്യൂളിന്റെ പേര് നമുക്കറിയാം സിസ്റ്റം എക്സ് ആണ്, .v ജസ്റ്റ് മാറ്റിയേക്ക്. നൗ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഔട്ട്പുട്ട് വയർ ആണ് അതിന്റെ ടൈപ്പ്, അല്ലേ. സോ വയർ യു ക്യാൻ സി, ഇങ്ങനെ ഓർത്താൽ ഇത് 3 വയർ, ഇവിടെ ഒരു വയർ. സോ ഔട്ട്പുട്ട് വയറിന്റെ പേരെന്താണ്, F ആണ്. ഇൻപുട്ട് വയറിന്റെ പേര് എന്തൊക്കെയാണ്, ABC. അത് എഴുതി, എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇട്ടു. ദെൻ നമ്മൾ വേറെ 3 വയർ എടുക്കുവാണ്. അതെന്ന് വെച്ചാൽ ഇന്റേണലി ആണ്, നമ്മൾ ഇന്റേണൽ വയേഴ്സ് ആണത്. ഒന്ന് AN BN CN, ഇന്റേണൽ കാണിക്കാൻ വേണ്ടിയാണ് AN BN CN എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ 3 വയേഴ്സ് ഉണ്ട്, M0 M2 M6 എന്ന് പറഞ്ഞിട്ട്. alright, ഇത് ജസ്റ്റ് നോക്കാം എന്തുകൊണ്ടാന്നുള്ള കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ AN BN CN എന്തിനാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് എന്തോ 0 ഉണ്ട് 1 ഉണ്ട്, റൈറ്റ്. സോ ഇവിടെ നമ്മളാണ്ട് ABC എന്ന് പറയുമ്പോൾ 0 0 0. അപ്പൊ എന്താണ്, A ബാർ B ബാർ C ബാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്. സോ ആ ബാറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്, AN BN CN. സോ എന്താ നമ്മൾ ചെയ്തത്, അസൈൻ AN is equal to negation of A. സോ നെഗേഷൻ ഓഫ് എ എന്തായിരിക്കും, AN ആയിട്ട് കാണിക്കും. നെഗേഷൻ ഓഫ് B നെ നമ്മൾ BN ആയിട്ട് കാണിക്കും. നെഗേഷൻ ഓഫ് C എന്ന് പറയുമ്പോഴത്തേക്കും CN ആയിട്ട് കാണിക്കും, അല്ലെ. അപ്പൊ എവിടേക്കാണോ നെഗേഷൻ വരുന്നത് പെട്ടെന്ന് എന്തായിരിക്കും, AN ആയിരിക്കും ആക്ടിവേറ്റ് ആവുക. ഇത് 3 എന്തായിരിക്കും, സൈമൾട്ടേനിയസ്ലി ആയിരിക്കും റൺ ആവുക. ഇത് നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമുക്ക് നോക്കാം, അടുത്ത് നമ്മൾ M0 M2 M6 നമ്മൾ എന്താ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ വാല്യൂസിനെയാണ് കണക്ട് ചെയ്യുന്നത്. സോ എന്തായിരിക്കും, A ബാർ B ബാർ C ബാർ, ഓർ പിന്നെന്താണ് ഇത് A ബാർ B C ബാർ, അതുപോലെ യു ക്യാൻ സി ദിസ് വൺ A B C ബാർ. ഇതാണ് 3 വേണ്ട നമുക്ക്. സോ യു ക്യാൻ സി നമ്മൾ എന്താണ്, A ബാർ B ബാർ C ബാർ എന്ന് പറയുമ്പോഴത്തേക്കും AN എന്താ, നമ്മുടെ A ബാർ. സോ ഇത് കണ്ടിന്യൂസ്ലി ഇത് കണക്റ്റഡ് ആണ്. എപ്പോഴൊക്കെ A 0 ആവുമോ, B 0 ആവോ, C 0 ആവോ, ഇത് 3 ആക്ടിവേറ്റ് ആവും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും, റൈറ്റ്. സോ ഇതെന്തായിരിക്കും, ഇത് എപ്പോഴും മോണിറ്റർ ആയിക്കൊണ്ടിരിക്കുവാണ് റൈറ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ്. സോ AN ആൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഡോട്ട്, ഇവിടെയാണ്, ഈ ഡോട്ടിനെയാണ്, ഇടയ്ക്കുള്ള ഡോട്ടിനെയാണ് കാണിക്കുന്നത്. സോ M0 എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ, സൈഡ്. സോ AN ആൻഡ് BN ആൻഡ് CN ഇത് നമ്മൾ മോണിറ്റർ ചെയ്യും. M2 എന്താണ്, നമ്മുടെ ഇതാണ്. സോ എന്താണ്, A ബാർ എന്ന് പറയുമ്പോൾ AN
ആൻഡ് ബി വെറുതെ അല്ലേ, ബിയിൽ ബാർ ഇല്ല, സോ ബി വെറുതെ, റൈറ്റ്. ആൻഡ് സി എന്ന് പറയുമ്പോൾ സി ബാർ, റൈറ്റ്. സോ അത് എഴുതി. ദെൻ M6 എന്ന് പറയുമ്പോൾ എന്താണ്, എ ബി സി ബാർ. സോ എ ബി അതുപോലെ ആൻഡ് സി ബാർ എന്താണ്, സി എൻ ആണ്. സോ യു സി നമ്മൾ എന്ത് ചെയ്തു, M0 M2 M6 ഇതുപോലെ അസൈൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് അസൈൻ ചെയ്തു, ഇതെല്ലാം ഇന്റേണൽ നടക്കുവാണ്. ഇനി എഫ് എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണത്തിന്റെ ഓർ ആയിരിക്കും അല്ലെ, ഈ മൂന്നെണ്ണത്തിന്റെ ഓർ നമ്മൾ എഴുതിയില്ലേ, അതുപോലെ. സോ M0 ഓർ M2 ഓർ M6 ഇതും എന്തായിരിക്കും, കണ്ടിന്യൂസ്ലി അസൈൻഡ് ആണ്, റൈറ്റ്. സോ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ്, നമ്മളിപ്പോൾ ഈ എക്സ്പ്രഷൻ വരുവാണ്, A0 B0 C0 ആണെങ്കിൽ ആക്റ്റീവ് ആവുകയാണ്, A0 B0 C1 വരുവാണെങ്കിൽ അത് ആക്റ്റീവ് അല്ല ഫംഗ്ഷൻ സിസ്റ്റം. A0 B1ഉം C0 വരുവാണെങ്കിൽ ഉടനെ ആക്റ്റീവ് ആവും, അല്ലാത്ത 0 കാണുന്ന എല്ലാത്തിലും എന്തായിരിക്കും, അത് ആക്റ്റീവ് ആയിരിക്കത്തില്ല. സോ ഇതെല്ലാം ഒത്തു വരുവാണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ എഫ് ഫംഗ്ഷൻ ആവും. സോ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ അസൈൻ കൊടുത്തേ മതിയാവൂ അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, നോക്കിക്കൊണ്ടിരിക്കും. ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, റൈറ്റ്. ഇതെല്ലാം എന്താണ്, സീക്വൻഷ്യലി അല്ല വർക്ക് ആവുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ മൊഡ്യൂളിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. ഓൾറൈറ്റ്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് അസൈൻമെന്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂസ് അസൈൻമെന്റിനെ മനസ്സിലാക്കി. ഇനി അടുത്ത എന്താണ്, കണ്ടിന്യൂസ് അസൈൻമെന്റ് വിത്ത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, റൈറ്റ്. കണ്ടീഷൻ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കണ്ടീഷൻ ഓപ്പറേറ്റേഴ്സ് എന്താണ്, നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ടെർണറി ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ തന്നെ, റൈറ്റ്. നൗ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു എക്സ്പ്രഷൻ, കോളൻ, അടുത്ത എക്സ്പ്രഷൻ, റൈറ്റ്. സോ ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ഇതിന് എക്സിക്യൂട്ട് ചെയ്യും, അല്ല എങ്കിൽ ഇതിന് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇഫ് എൽസ് പോലെ, ഇഫ് സം കണ്ടീഷൻ ഈസ് ട്രൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എക്സിക്യൂട്ട് ചെയ്യും, അല്ലാത്ത പക്ഷം നമ്മൾ എൽസിനെ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ, അതേ ട്രൂത്ത് ടേബിൾ നമുക്ക് എടുക്കാം, റൈറ്റ്. ABC, റൈറ്റ്, ഇത് ആൻഡ് ഇത്, റൈറ്റ്. ബാക്കിയുള്ള എല്ലാം എന്താണ്, 0 ആണ്. അപ്പൊ ജസ്റ്റ് ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഈ ഏതൊക്കെയാണ് ഏത് കണ്ടീഷൻ വന്നാൽ ഇത് ട്രൂ ആയിരിക്കും, റൈറ്റ്. അതാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് മീൻസ് ഈ 3 കണ്ടീഷൻ വന്നാൽ ട്രൂ, ആൻഡ് ഈ 3 കണ്ടീഷൻ വന്നാലും ട്രൂ, ആൻഡ് ഈ 3 കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് നമുക്ക് നോക്കാം. ഇതുപോലെ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. യു ക്യാൻ സി മോഡ്യൂൾ സിസ്റ്റം എക്സ്, അതുപോലെ നമ്മൾ വയർ എഫ് ഉണ്ട് നമുക്ക്, അതുപോലെ ഇൻപുട്ട് ABC ഉണ്ട്. ഞാൻ ഇവിടെ പടം വരച്ചിട്ടില്ല. യു സി ഇവിടെ നോക്കിക്കേ, നമ്മൾ ഒരു എന്താ ടെർണറി ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത് കണ്ട, യു ക്യാൻ സി ഒരു വലിയ ബ്രാക്കറ്റ് ഉണ്ട്, ആ വലിയ ബ്രാക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ആവുന്നത്. സോ A ഈക്വൽ ടു ഇതെന്താ നമ്മൾ നേരത്തെ നോക്കിയത്, ഒരു ബിറ്റ്. ഇതെല്ലാം ഒരു ബിറ്റിന്റെ കാര്യമാണ് പറയുന്നത്, റൈറ്റ്. 2-3 ബിറ്റ് ഒന്നുമില്ല, ഒരൊറ്റ ബിറ്റാണ്. ഇതെല്ലാം എന്താണ്, ബൈനറി ആണ്. സോ ഈ 1 ബാർ B മറന്നേക്ക്, ബാക്കിയെല്ലാം എന്താണ്, 0 0. യു ക്യാൻ സി 0 0 0, അതാണ് ഇത് കാണിക്കുന്നത്. ദെൻ 0 0 1 അത് ഇത് കാണിക്കുവാണ്. ദെൻ എന്താ 0 1 0 അത് ഇത് കാണിക്കുവാണ്, റൈറ്റ്. സോ യു സി 0 0 0 വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ദാറ്റ് മീൻസ് എന്താ, നമ്മുടെ ടെർണറി ഓപ്പറേറ്റർ എന്തായിരുന്നു, ദാറ്റ് മീൻസ് ഇത് ട്രൂ ആവുകയാണ്. ആൻഡ് യു ക്യാൻ സി ഇതിന്റെ ഇടയ്ക്ക് ആൻഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രൂ ആവുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇത് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ട്രൂ ആക്കണം. അല്ല എങ്കിൽ സി ഇത് 1 ആണെങ്കിൽ ഇത് എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, റൈറ്റ്. സോ ഇത് ട്രൂ ആവുകയാണെങ്കിൽ ട്രൂ ആവും, റൈറ്റ്. ആൻഡ് എന്താണ്, അതല്ല, സപ്പോസ് ട്രൂ അല്ല എങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കും, റൈറ്റ്. സോ ഇതെല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്, റൈറ്റ്. അടുത്ത കണ്ടീഷൻ നോക്കും പറയുന്നത് എല്ലാം ഒരുമിച്ച് നോക്കും, കണ്ടീഷൻ ഏതൊക്കെയാണോ ട്രൂ വരുന്നത് അത് അതിലോട്ടങ്ങ് പോകും, അല്ലേ. സോ യു സി 0 0 1 അപ്പൊ ഇവിടെ 0 ആയതുകൊണ്ട് ഈ കണ്ടീഷൻ എടുക്കത്തില്ല, സൈമൾട്ടേനിയസ്ലി നടക്കും കേട്ടോ. സൈമൾട്ടേനിയസ് നടക്കുമ്പോൾ ഇത് എടുക്കത്തില്ല. ആൻഡ് യു സി ഇത് എടുക്കൂ, 0 1 0, യു സി 0 1 0, യെസ് ഇത് എടുക്കും. അപ്പൊ സൈമൾട്ടേനിയസ്ലി നടക്കുമ്പോഴത്തേക്കും ഈ കണ്ടീഷൻ എടുക്കും, ആൻഡ് ഓൾസോ വിച്ച് കണ്ടീഷൻ 1 1 0, റൈറ്റ്. സോ 1 1 0 ഈ കണ്ടീഷനും എടുക്കും. ഇനി ഇത് ഒരു കണ്ടീഷൻ സപ്പോസ് ട്രൂ അല്ല എങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് നമ്മൾ പറയും ഒരു കണ്ടീഷൻ ട്രൂ അല്ല എങ്കിൽ നമ്മൾ അതിനെ ഫാൾസ് ആയിട്ട് കണക്കാക്കും, 0 ആയിട്ട് കണക്കാക്കും. ഇത് ഒരു കണ്ടീഷനിലും ഫുൾഫിൽ അത് പോസിബിൾ അല്ല, കാരണം വെച്ചാൽ ഈ 3 കണ്ടീഷൻ അത് ട്രൂ ആവുന്നുണ്ട്. അപ്പൊ സപ്പോസ് അതല്ല എങ്കിൽ നമ്മൾ 0 വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻഡ് ചെയ്യും, റൈറ്റ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് കണ്ടിന്യൂസ് അസൈൻമെന്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം യു ക്യാൻ സി അസൈൻ എഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ്. സോ എഫ് ഇസ് ഈക്വൽ ടു ഇത്. സോ ഇതെന്താണ്, കണ്ടിന്യൂസ്ലി ഇതിന് മോണിറ്റർ ചെയ്യും, എന്തിന്റെ RHS, അതിനനുസരിച്ച് എഫ് അപ്ഡേറ്റ് ആവും.
കണ്ടിന്യൂസ് അസൈൻമെന്റ് വിത്ത് ഡിലേ. നൗ യു സി നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ചിലപ്പോൾ ഡിലേ കൊടുക്കണം, റൈറ്റ്? റിയൽ ലൈഫിൽ നമ്മൾ എന്താണ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഡിലേ കൊടുക്കണം. സപ്പോസ് നമ്മൾ ഇൻപുട്ട് കൊടുത്ത് നമ്മൾ പറയാണ് ഒരു 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് ആൻസർ കിട്ടിയാൽ മതി. സോ ദാറ്റ് എന്താണ് മെഷീൻസ് എല്ലാം പ്രോപ്പർലി സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യണം, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെലിബറേറ്റ്ലി ഒരു 5 10 സെക്കൻഡിൻ്റെയോ അല്ലെങ്കിൽ മില്ലി സെക്കൻഡിൻ്റെയോ ഒക്കെ നമ്മൾ സെക്കൻഡ് അല്ല, സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതലായി പോകും, മില്ലി സെക്കൻഡോ മൈക്രോ സെക്കൻഡ് നമ്മൾ ഡിലേ കൊടുക്കും, അല്ല? എല്ലാ സിസ്റ്റംസ് എല്ലാം ഒന്ന് സിങ്ക് ആയി വരാൻ വേണ്ടി, റൈറ്റ്? സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ യൂസ് ചെയ്യാൻ പറ്റും. നൗ സംടൈംസ് യു വാണ്ട് ദ ഔട്ട്പുട്ട് ടു ചേഞ്ച് ആഫ്റ്റർ എ സർട്ടൻ ടൈം, നോട്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ദിസ് റിപ്രസെന്റ് ദ റിയൽ ഹാർഡ്വെയർ ഡിലേ സച്ച് ആസ് ഗേറ്റ് പ്രൊപ്പഗേഷൻ ഡിലേ, റൈറ്റ്? ഇപ്പോൾ നമ്മൾ വലിയ സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാ മോഡ്യൂൾസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ചില മോഡ്യൂൾസ് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കുക. നമ്മൾ ഉടനെ നമുക്ക് ഔട്ട്പുട്ട് വേണ്ട, റൈറ്റ്? കാരണം എന്ന് വെച്ചാൽ അടുത്ത മോഡ്യൂൾസ് എല്ലാം അതേ പ്രോപ്പർ സിങ്കിൽ വരാൻ വേണ്ടി നമ്മൾ ചില മോഡ്യൂൾസ് എന്ത് ചെയ്യും? ഡിലേ ചെയ്യിപ്പിക്കും, റൈറ്റ്? സോ അതിനെ നമ്മൾ റിയൽ ഹാർഡ്വെയർ ഡിലേ എന്ന് പറയും. സോ നമ്മൾ അതിനെ ആഡ് ചെയ്യാൻ വേണ്ടി, അങ്ങനത്തെ ഒരു ഡിലേനെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ഹാഷ് എന്ന് പറഞ്ഞ ഒരു കീവേഡും കൂടി യൂസ് ചെയ്യണം. അസൈൻ ഹാഷ് എന്ന ഡിലേ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ. അതിന്റെ സിൻടെക്സ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്ന രീതിയിൽ നമ്മൾ നോക്കി, അസൈൻ ഒരു 5 മില്ലി സെക്കൻഡ്സ്, യു ക്യാൻ കോൾ മില്ലി സെക്കൻഡ്സോ മൈക്രോ സെക്കൻഡ്സ് വാട്ട് എവർ, നമ്മൾ എങ്ങനെയാണോ ഹാർഡ്വെയർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ. സോ y is equal, that means a and b ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം 5 യൂണിറ്റ്സ് കഴിഞ്ഞിട്ടേ ഇത് അപ്ഡേറ്റ് ആവുള്ളൂ എന്നതിന്റെ അർത്ഥം, റൈറ്റ്? വീണ്ടും പറയാം, എ ആൻഡ് ബി എന്ന് പറയുന്ന വയർ അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഈ y എന്ന് പറയുന്ന ഔട്ട്പുട്ട് 5 യൂണിറ്റ്, ഇവിടെ എന്ത് യൂണിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, സപ്പോസ് മില്ലി സെക്കൻഡ്സ്, 5 മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 യൂണിറ്റ്സ് ഓഫ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇത് അപ്ഡേറ്റ് ആവുക, right? So you can see whenever input A or B change, the output Y will update after 5 time units. It does not update instantly. Now full example നമുക്ക് നോക്കാം. You can see നമ്മൾ ഒരു മൊഡ്യൂൾ, അതിന്റെ പേര് എന്താണ്? ഡിലേ എക്സാമ്പിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വയർ എ ബി ആൻഡ് ഔട്ട്പുട്ട് വയർ Y ആണ്. അസൈൻ ഹാഷ് 10, ദാറ്റ് മീൻസ് 10 യൂണിറ്റ് സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് എ ഓർ ബി എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ റിഫ്ലക്ട് ചെയ്താൽ മതി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഔട്ട്പുട്ട് y is updated after 10 time units. You can see, and ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് കോട്ട് ചെയ്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദീസ് കോൺസെപ്റ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.